വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വ്യാഴാഴ്ചയാണ് പൊങ്കാല. പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ കഴിഞ്ഞ ദിവസം നടന്നു. ലക്ഷക്കണക്കിന് ഭക്തർ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ് ചക്കുളത്തുകാവ്. വ്യാഴാഴ്ച പുലർച്ചെ 4-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഇത്തവണത്തെ ചക്കുളത്തുകാവ് പൊങ്കാല ദിവസത്തെ പൂജകൾ ആരംഭിക്കുന്നത്. രാവിലെ 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും. പിന്നീട് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകർന്നുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിനകത്ത് നിന്നും പുറത്തു നിന്നും വളരെയധികം അമ്മമാരാണ് പൊങ്കാലയിടുവാൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ആൾക്കാരായിരിക്കും ഈ വർഷം പൊങ്കാലയ്ക്ക് എത്തുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെയും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് മത സംഘടനകളുടെയും മറ്റ് ക്ഷേത്ര കമ്മിറ്റികളുടെയും ദേശ കമ്മിറ്റികളുടെയും ഒക്കെ വളരെ വലിയൊരു കമ്മിറ്റിയാണ് നമ്മൾ ഈ പൊങ്കാലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് പൊങ്കാലയുടെ ഈ വിജയത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും. 11-ന് 500-ലധികം വേദ പണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതകല്ലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും. പൊങ്കാല നേദ്യത്തിന് ശേഷം ദിവ്യ അഭിഷേകവും ഉച്ചദീപാരാധനയും നടക്കും. ജനം, ആലപ്പുഴ.